നമസ്കാരം കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം പാരഡോക്സ് എഫക്റ്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് തന്നെ ഇറ്റാലിയൻ മാഫിയയെ കാണിച്ചുകൊണ്ടാണ്. മാഫിയ സംഘം ഒരു ഇന്റർപോൾ ഏജന്റിനെ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവർക്കെതിരെ തിരിഞ്ഞ് അവരുടെ ചരക്കുകളടക്കം ഇല്ലാതാക്കിയ ആ ഇന്റർപോൾ ഏജന്റിന്റെ പാർട്ട്ണറുടെ പേരും വിവരങ്ങളും നൽകുവാൻ ഇറ്റാലിയൻ മാഫിയ സംഘം അയാൾക്കുമേൽ വലിയ പ്രഷർ ചെലുത്തുന്നുണ്ടായിരുന്നു. അയാളെ അവർ ക്രൂരമായി ഉപദ്രവിച്ചു. മാഫിയ തലവൻ സിൽവിയോ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തതും. ഒടുവിൽ സഹികെട്ട് തന്റെ പാർട്ട്ണറുടെ പേരുവിവരങ്ങൾ ആ ഉദ്യോഗസ്ഥൻ സിൽവിയോക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. അധികം വൈകിയില്ല. സിൽവിയോ ആ ഇന്റർപോൾ ഏജന്റിനെ വകവരുത്തിയേക്കാൻ നിർദ്ദേശം കൊടുത്തു. ആ സംഭവം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനു ശേഷം കരീന എന്ന് പേരുള്ള ഒരു യുവതിയെ നമ്മൾ പരിചയപ്പെടുന്നു. കരീന ഡിവോഴ്സിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. മുമ്പ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിച്ചതായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തിയായി ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് കരീന പതിവ് പോലെ ജോലിയിലായിരിക്കെ അവളുടെ ഒരു പഴയ സുഹൃത്തിൽ നിന്ന് ഫോൺ കോൾ വന്നു. ആ സുഹൃത്തും അവളെപ്പോലെ പഴയ ഒരു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ട് ജീവിക്കുകയാണ്. പക്ഷേ മുമ്പ് അഡിക്റ്റ് ആയിരുന്ന സമയത്ത് ഒരു മയക്കുമരുന്ന് ഡീലറിൽ നിന്നും അവൾ കുറേയധികം സാധനങ്ങൾ വാങ്ങിയിരുന്നു. നിലവിലിപ്പോൾ അതിന്റെ പണവും മറ്റും ചോദിച്ച് ആ ഡീലർ അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. താനാകെ പ്രശ്നത്തിലാണ് എന്നവൾ പറയുന്നത് കേട്ടതും അവളുള്ള ഇടത്തേക്ക് വരാമെന്ന് പറഞ്ഞ് കരീന അവളെ ആശ്വസിപ്പിക്കുന്നു. തന്റെ ഓവർ ടൈം ജോലി പാതിവഴിക്ക് ഉപേക്ഷിച്ച് കരീന അങ്ങനെ അവിടെ നിന്ന് നേരെ കൂട്ടുകാരി പറഞ്ഞ ഇടത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയിലായിരുന്നു തന്റെ സുഹൃത്തിനെ കരീനയ്ക്ക് കാണാൻ സാധിച്ചത്. കരീന അവളെ ആശ്വസിപ്പിച്ചു. വൈകാതെ അങ്ങോട്ടേക്ക് ഡീലറായ ചാൾസ് എന്ന യുവാവ് കടന്നുവന്നു. ചാൾസിനോട് കരീന സംസാരിച്ചു. അവളെ ഒഴിവാക്കണമെന്നും കടമൊക്കെ തന്നു തീർക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പഴയ പൈസയൊക്കെ ഇപ്പൊ ഇൻട്രസ്റ്റ് അടക്കം വലിയ തുകയായി എന്നൊക്കെയായിരുന്നു ചാൾസ് മറുപടി പറഞ്ഞത്. ഒടുവിൽ തന്റെ കയ്യിലെ പണമടക്കം കരീന എടുത്തു കൊടുത്തെങ്കിലും ചാൾസ് അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുന്നുണ്ടായിരുന്നില്ല. മറ്റു വഴികളൊന്നുമില്ലാതെ തന്റെ സുഹൃത്തിനെ സംരക്ഷിക്കാൻ തന്റെ കയ്യിൽ ആകെ അവശേഷിച്ച് തനിക്കേറെ പ്രിയപ്പെട്ട ഒരു മോതിരം പോലും കരീന ചാൾസിന് ഊരി നൽകി. അപ്പോൾ മാത്രമായിരുന്നു കരീനയുടെ സുഹൃത്തിനെ മോചിപ്പിക്കാൻ ചാൾസ് ഒരുക്കമായത്. കരീനയുടെ സുഹൃത്ത് അവളോട് വലിയ തോതിൽ നന്ദി പറഞ്ഞു. ശേഷം കരീന തന്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോരുകയാണ്. ആ വെജിറ്റബിൾ സ്റ്റോറിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന തന്റെ ഓവർ ടൈം ജോലി കരീന വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി. പിന്നാലായിരുന്നു കരീനയ്ക്ക് മകളിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നത്. കരീനയുടെ മകൾ എക്സ് ഹസ്ബൻഡിനൊപ്പമാണ് ജീവിക്കുന്നത്. പക്ഷെ ആ വെക്കേഷനിൽ അമ്മയ്ക്കൊപ്പം താമസിക്കാനായി അവൾ വരുന്നുണ്ടെന്നും നാളെ രാവിലെ 5 മണിക്ക് എയർപോർട്ടിലെത്തും, അമ്മ വൈകാതെ അവിടെ വന്ന് തന്നെ പിക്ക് ചെയ്യണം എന്ന് മകൾ വീഡിയോ കോളിലൂടെ പറഞ്ഞു. കരീനയ്ക്കും വലിയ സന്തോഷം തോന്നി. നാളുകൾക്ക് ശേഷം മകളെ കാണാൻ പോവുകയാണല്ലോ, ഞാൻ 5 മണിക്ക് മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തിയേക്കാം എന്ന് കരീന മറുപടിയും കൊടുത്തു. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ജോലിയെടുത്തു നിന്നും വേസ്റ്റൊക്കെ നിക്ഷേപിക്കാൻ പുറത്തേക്ക് പൂട്ടിയിറങ്ങിയ കരീന അവിടെ നടക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഒരു കള്ളൻ ഒരാളെ കൊലപ്പെടുത്തി അയാളുടെ പെട്ടി മോഷ്ടിക്കുന്നതായിരുന്നു അത്. ഷൂട്ടൌട്ട് അടക്കം അവിടെ നടന്നിരുന്നു. അത് കണ്ട് ഭയന്ന കരീന അതിലൊന്നും ഇടപെടാതിരിക്കുവാൻ വേഗത്തിൽ തന്റെ കാറിലേക്ക് കയറി പോവാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ കള്ളനാകട്ടെ ഒരു തെളിവും അവശേഷിക്കരുത് എന്ന് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ബ്രീഫ് കേസ് വിട്ട് കാർ എടുത്തു പോകുന്ന കരീനയ്ക്ക് പിന്നാലെ ഓടിച്ചെല്ലുകയാണ്. നിർഭാഗ്യവശാൽ ആ ശ്രമത്തിനിടയിൽ കള്ളന്റെ കയ്യിലുള്ള ആ ബ്രീഫ് കേസ് തീപിടിച്ച് നശിച്ചുപോയി. കള്ളൻ കരീനയെ തടഞ്ഞ് ആ കാറിലേക്ക് കയറുകയും ചെയ്തു. ആ ഏറ്റുമുട്ടലിൽ അയാളുടെ വയറ്റിലും ഒരു പരിക്കേറ്റിരുന്നു. കരീനയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വേഗം ആ ഏരിയയിൽ നിന്ന് പോകണം എന്ന് കരീനയോട് അയാൾ ആവശ്യപ്പെട്ടു. ഭയന്ന കരീന കാറ് മുമ്പോട്ട് വായിച്ചു. ആ കള്ളന്റെ പേര് കോവക്കെന്നായിരുന്നു. നല്ല പരിക്കേറ്റിരുന്നതുകൊണ്ട് കാർ ഫാർമസിയിലേക്ക് വിടാനും വേണ്ട മരുന്നുകൾ വാങ്ങാനും കരീനയ്ക്ക് കോവക്ക് നിർദ്ദേശം കൊടുത്തു. കാറോടിച്ച് കരീന ഒരു ഫാർമസിയുടെ മുമ്പിലെത്തി. കോവക്ക് ഒരു കണക്റ്റിംഗ് ഡിവൈസ് കരീനയ്ക്ക് കൊടുത്തിരുന്നു, ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ്. അതുപയോഗിച്ച് എന്തൊക്കെ മരുന്ന് വാങ്ങണം എന്ന് കാറിനകത്തിരുന്ന് കരീനയ്ക്ക് അയാൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കരീനയ്ക്ക് നേരെ കാറിനകത്തു നിന്നും അയാൾ തോക്കു ചൂണ്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കരീന എന്തെങ്കിലും അബദ്ധം പ്രവർത്തിച്ചാൽ കാറിനുള്ളിൽ നിന്നും അയാൾ ഷൂട്ട് ചെയ്യും. പരിഭ്രാന്തിയോടെ കോവക്ക് പറയുന്ന ഓരോ മരുന്നും കരീന ഫാർമസിസ്റ്റിനോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു. കരീനയുടെ മുഖം കണ്ട് കരീന എന്തോ പ്രശ്നത്തിലാണ് എന്ന് ഫാർമസിസ്റ്റും ചിന്തിച്ചു. ഫാർമസിസ്റ്റ് അതിനെപ്പറ്റി കരീനയോട് ചോദിക്കാൻ തുടങ്ങിയതും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയ കോവക് ആ ഫാർമസിയുടെ ചില്ല് ഗ്ലാസിലേക്ക് വെടിയുതിർത്തു. അതോടെ ഫാർമസിസ്റ്റും കരീനയും ഭയന്നിരുന്നു. പിന്നാലെ കരീന മരുന്നും എടുത്ത് നേരെ കാറിനകത്തേക്ക് വരികയാണ്. മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകണം എന്ന് കോവക് പിന്നാലെ കരീനയോട് പറഞ്ഞു. തനിക്ക് സ്വന്തം ഇടമൊന്നുമില്ലെന്നും വാടകയ്ക്കൊരിടത്താ താമസിക്കുന്നത് എന്നും കരീന പറഞ്ഞതും എങ്കിൽ അങ്ങോട്ട്
അങ്ങോട്ട് തന്നെ വിട്ടോ എന്നായിരുന്നു കോവക്കിന്റെ മറുപടി. ബന്ദിയായിരുന്ന കരീന മറ്റു വഴികളില്ലാതെ കോവക്കിനെയും കൂട്ടി നേരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു പിന്നാലെ തന്റെ മുറിവ് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കാൻ കോവക് കരീനയോട് ആവശ്യപ്പെട്ടു. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ടെന്നും അങ്ങനെ രക്ഷപ്പെട്ട് എവിടെ പോയാലും നിന്നെ പിന്തുടർന്നു വന്ന് താൻ കൊലപ്പെടുത്തും എന്നും കോവക് കരീനയെ ഭീഷണിപ്പെടുത്തി. ഇതിനിടയിൽ മുറിയിൽ നടക്കുന്ന ശബ്ദമൊക്കെ കേട്ട് കരീനയുടെ ലാൻഡ് ലോർഡ് അപ്പാർട്ട്മെന്റിന് വെളിയിലെത്തിയിരുന്നു. വെളിയിൽ വീണിരുന്ന രക്തക്കറകൾ കൂടി കണ്ടതോടെ ലാൻഡ് ലോർഡ് കരീനയോട് ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ലാൻഡ് ലോർഡ് അപകടത്തിൽപ്പെടും എന്ന് മനസ്സിലായ കരീന വാതിൽ തുറക്കാതെ തന്നെ ലാൻഡ് ലോർഡിന് മറുപടിയൊക്കെ കൊടുത്ത് കുഴപ്പമില്ലെന്നവരെ വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് അവരെ പറഞ്ഞയച്ചു. പിന്നാലെ കോവക്ക് തന്നെ അയാളുടെ മുറിവുകൾ ട്രീറ്റ് ചെയ്തിരുന്നു. ശേഷം അയാൾ ഇവിടെ ധരിക്കാൻ വസ്ത്രം വല്ലതുമുണ്ടോ എന്ന് തിരക്കി. കരീനയുടെ മുൻ ഭർത്താവിന്റെ കുറച്ച് വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു. കരീന അതെടുത്ത് കോവക്കിന് കൊടുത്തു. കോവക്ക് അതിൽ നിന്നും ഒരു വസ്ത്രമെടുത്ത് ധരിക്കുകയാണ്. അയാളുടെ പ്രവൃത്തികളിൽ നിന്നും കോവക് വളരെയധികം ദുഷ്ടനായ ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. വൈകാതെ ഒരു കാര്യം കൂടി വ്യക്തമായി. കോവക് യാഥാർത്ഥത്തിൽ ഒരു ഇന്റർപോൾ ഏജന്റ് ആണ്. ആ സമയം കോവക്കിനൊരു ഫോൺ കോൾ വരികയാണ്. ഇറ്റാലിയൻ മാഫിയ ബോസായ സിൽവിയോ ആയിരുന്നു അത്. പറഞ്ഞ ഐറ്റം കോവക്ക് നേടിയെടുത്തോ, എപ്പോഴാണ് അതുമായി എത്തുന്നത് എന്ന് ചോദിച്ചായിരുന്നു സിൽവിയോയുടെ ഫോൺ കോൾ. താൻ കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ടുപോയെന്നും തനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്നും അല്പം ഭീതിയോടെ കോവക് സിൽവിയോട് ആവശ്യപ്പെട്ടു. ഇതേ സമയം നേരത്തെ കോവക് കരീനയുടെ ചെവിയിൽ ധരിപ്പിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴി സിൽവിയോയും കോവക്കും തമ്മിലുള്ള സംസാരം കരീന കേട്ടിരുന്നു. അതോടെ കോവക് ഒരു കറപ്റ്റഡായ ഇന്റർപോൾ ഏജന്റ് ആയിരിക്കും എന്ന് കരീന ചിന്തിച്ചു. അധികം വൈകാതെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണം എന്ന് കോവക് കരീനയോട് പറയുകയാണ്. കരീനയെ ബന്ദിയാക്കി കരീനയുടെ കാറിൽ അവർ വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയം ധൈര്യം സംഭരിച്ച് കരീന കോവക്കിനോട് നിങ്ങൾ കറപ്റ്റഡായ ഒരു ഇന്റർപോൾ ഏജന്റ് ആണല്ലേ എന്ന് ചോദിച്ചു. കോവക് ആ സമയം ഉള്ള കാര്യം പറയാൻ ആരംഭിച്ചു. ഞാനും എന്റെ പാർട്ട്ണറും കൂടി ഇറ്റാലിയൻ മാഫിയ സംഘമായ സിൽവിയുടെ സംഘത്തെ ഇല്ലാതാക്കുവാൻ അതിനുള്ളിലേക്ക് അണ്ടർ കവറിൽ പ്രവേശിച്ചിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ കവർ അഴിഞ്ഞു വീണു. സിൽവിയോ ഞങ്ങളെ മനസ്സിലാക്കി. പിന്നാലെ സിൽവിയോ എന്റെ പാർട്ട്ണറെ കൊലപ്പെടുത്തി. സിൽവിയോയുടെ കുറച്ചധികം ചരക്ക് എന്റെ പക്കലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇപ്പോ സിൽവിയോ എന്നെ കൊണ്ട് തന്നെ അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. സിൽവിയോയുടെ എതിരാളികളിൽ നിന്ന് തന്നെ വേണ്ട മയക്കുമരുന്ന് മോഷ്ടിച്ച് അത് അയാൾക്ക് കൊണ്ടെത്തിക്കണം എന്നതാണ് അയാൾ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ഭീഷണിപ്പെടുത്താൻ എന്റെ ഒരു പ്രധാന കാര്യം അയാളുടെ പക്കലുമുണ്ട്. അതിനു വേണ്ടിയായിരുന്നു കോവക് നേരത്തെ ഷൂട്ടൌട്ട് നടത്തി ബ്രീഫ് കേസ് കയ്യിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ കരീനയുടെ പിന്നാലെ ചെല്ലുന്ന ആ സമയം ആ ബ്രീഫ് കേസ് നശിച്ചുപോയി. അതിലെ വസ്തുക്കളും നശിച്ചു. ഇനിയിപ്പോൾ അത്തരത്തിൽ മറ്റു കുറച്ച് മയക്കുമരുന്ന് കണ്ടെത്തി അതുമായി സിൽവിയയുടെ മുമ്പിൽ ചെന്നേ പറ്റൂ. കോവക്കിന്റെ നിർദ്ദേശപ്രകാരം ഡീലേഴ്സൊക്കെയുള്ള മറ്റൊരിടത്തേക്ക് കരീനയുടെ കാർ വന്നെത്തുകയാണ്. ആ ഭാഗത്ത് കുറച്ച് ഡീലേഴ്സ് ഉണ്ടായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞ കോവക് കരീനയുടെ പക്കൽ കുറച്ച് പണം കൊടുത്ത് അവരോട് പോയി സംസാരിക്കാനും വളരെ ലാർജ് ക്വാണ്ടിറ്റി സാധനം വാങ്ങണമെന്ന് ആവശ്യപ്പെടാനും അവരുടെ വെയർഹൌസിലേക്കെത്തി അത് നമുക്ക് കരസ്ഥമാക്കാം എന്നും നിർദ്ദേശിച്ച് പറഞ്ഞുവിട്ടു. കരീനക്ക് വല്ലാതെ ഭയമുണ്ടായിരുന്നു. പക്ഷേ കോവക് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നുകൊണ്ട് കരീനയുടെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഡീലേഴ്സിന്റെ മുമ്പിലെത്തി ലാർജ് ക്വാണ്ടിറ്റി സാധനം വാങ്ങാനുള്ള തന്റെ ആഗ്രഹം കരീന പങ്കുവെച്ചു. പണത്തെപ്പറ്റി ചോദിച്ചപ്പോ കാറിനകത്ത് സ്യൂട്ട് കേസിൽ പണമുണ്ടെന്നും സാമ്പിൾ കാണാനാണെങ്കിൽ ഇതാ പണമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ കോവക്ക് കൊടുത്ത വലിയ തുകയും കരീന കാണിച്ചു കൊടുത്തു. പക്ഷെ ആ രണ്ട് ഡീലേഴ്സും ചേർന്ന് പെട്ടെന്ന് പ്രവർത്തിച്ച് കരീനയെ ബന്ദിയാക്കി. മുഴുവൻ പണവും തന്ന് വേഗം ഇവിടുന്ന് വിട്ടോ എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തന്റെ ധൈര്യം ചോർന്നു പോവാതെ ധൈര്യത്തോടെ നിന്ന കരീന ആ ഡീലേഴ്സിനോട് പറഞ്ഞു, കാറിനകത്ത് എന്റെ ആളുണ്ട്, ഞാനല്ല ഈ സാധനം വാങ്ങുന്നത്, അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുമുണ്ട്. എനിക്ക് വല്ലതും സംഭവിച്ച നിങ്ങൾ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. ഇതേ സമയം അകത്തിരുന്ന കോവക്കാകട്ടെ തന്റെ തോക്കിലെ ലേസർ ഒരു ഡീലറിന്റെ നെറ്റിയിലേക്ക് ചൂണ്ടുകയും ചെയ്തിരുന്നു. അതോടെ ആ ഡീലേഴ്സ് ഒന്നടങ്ങി. അവരുടെ ഹൈഡൌട്ടിലേക്ക് അവരിരുവരെയും കൂട്ടിക്കൊണ്ടുപോകാം എന്ന് സമ്മതിച്ചു. അവരോട് കാറിൽ തന്നെ വെയിറ്റ് ചെയ്യാനും വഴികാട്ടാൻ ഒരാൾ വരുമെന്നും അയാളുടെ പിന്നാലെ വന്നാൽ ഞങ്ങളുടെ വെയർഹൌസിലേക്ക് എത്താം എന്നുമായിരുന്നു കരീനയുടെ ഡീലേഴ്സ് വ്യക്തമാക്കിയത്. തിരികെ കാറിലെത്തിയതിന് പിന്നാലെ കരീന കോവക്കിനോട് തന്നെ വിടാനും തനിക്ക് പുലർച്ചെ 5 മണിക്ക് എയർപോർട്ടിലെത്തി മകളെ പിക്ക് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടു. പക്ഷേ കരീന പറഞ്ഞത് അംഗീകരിക്കാൻ കോവക്ക് ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ വെയർഹൌസിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾ അങ്ങോട്ടേക്ക് വന്നു. അയാളുടെ സ്കൂട്ടർ പിന്തുടർന്ന് കരീനയും കോവക്കും ഡീലേഴ്സ് പറഞ്ഞ വെയർഹൌസ് എന്ന ഇടത്തേക്ക് എത്തി. അപ്പോഴേക്കും സമയം 5 മണി ആവാറായിരുന്നു. അത് നോക്കിക്കണ്ട കരീന മകളെ കൂട്ടണം എന്നത് ചിന്തിച്ച് ഒരവസരം കിട്ടിയപ്പോ കോവക്കിന്റെ കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെട്ടോടുകയാണ്. കോവക് കരീനയ്ക്ക് നേരെ വെടിയുതിർക്കാനൊക്കെ നോക്കിയെങ്കിലും ഒരു തരത്തിൽ കരീന കോവക്കിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. കോവക് അതോടെ അല്പം പരിഭ്രാന്തനാകുന്നുണ്ട്. തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മുഴുവൻ കരീനയ്ക്കറിയാം. കരീന ഇത് പുറത്തുപോയി മറ്റാരോടെങ്കിലും പറഞ്ഞാൽ
ആകെ പ്രശ്നമാകും. കോവക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കാറിൽ നിന്നും കരീന ഫോൺ എടുക്കാൻ മറന്ന കാര്യം കോവക് മനസ്സിലാക്കുന്നത്. അതോടെ ഫോൺ എടുത്ത് തുറന്ന കോവക്കാകട്ടെ കരീനയുടെ മകൾ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി മകളെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കരീന എത്തുന്നതിനു മുമ്പേ അതുകൊണ്ട് തന്നെ കാറുകൊണ്ട് കോവക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. കോവക്ക് എത്തുമ്പോഴേക്ക് തനിച്ചെത്തിയ കരീനയുടെ മകളുടെ സുരക്ഷ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറിയിരുന്നു. പോലീസിനടുത്തെത്തിയ കോവക് തന്റെ ഇന്റർപോൾ ഏജന്റ് ബാഡ്ജൊക്കെ കാണിച്ച് അയാളെ കൺവിൻസ് ചെയ്ത് കരീനയുടെ മകളെ കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടത്തി. പക്ഷേ മൊത്തത്തിൽ കാര്യങ്ങളിൽ കരീനയുടെ മകൾക്ക് പന്തികേട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കോവക്കിനൊപ്പം പോവാൻ വിസമ്മതിച്ച് കരീനയുടെ മകൾ അവിടെ നിന്നോടുകയാണ്. പോലീസും കരീനയുടെ മകളുടെ പിന്നാലെയോടി അവരൊടുവിൽ ഒരു ബ്രിഡ്ജിലേക്ക് എത്തിച്ചേർന്നു. കോവക്കും അവർക്ക് പിന്നാലെ ഓടിച്ചെന്നിരുന്നു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനും കോവക്കും തമ്മിൽ പരസ്പരം തോക്കു ചൂണ്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. വെടിയുതിർത്താൽ കുട്ടിയുടെ ജീവൻ ആദ്യം നഷ്ടമാകും എന്ന് കോവക്ക് ഭീഷണിപ്പെടുത്തിയതോടെ പോലീസ് ഉദ്യോഗസ്ഥന് തോക്ക് താഴ്ത്തേണ്ടി വരികയാണ്. അങ്ങനെ കോവക് കരീനയുടെ മകളെ ബന്ദിയാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. കാറിൽ കരീനയുടെ മകൾ ലൂസിയുമായി പോകുമ്പോൾ ലൂസി കോവക്കിനോട്, നിങ്ങൾ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ? പണത്തിനാണ്. എന്റെ അമ്മ ഒരു ദരിദ്രയാണ്, അവരുടെ പക്കൽ ഒരുപാട് പണമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് കരീനയാകട്ടെ ഒരു പോലീസ് പട്രോൾക്കാരൻ അടുത്തെത്തി ആ പട്രോൾ സംഘത്തോട് കാര്യം പറഞ്ഞ് തന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അവരുടെ കാറിനകത്തിരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സംശയത്തോടെ പുറത്തുനിന്ന് കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് കോവക്ക് വന്നെത്തുകയാണ്. കോവക്കിനെ കണ്ടതും, ഇയാളൊരു മോശം മനുഷ്യനാ, ഇയാളെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നയാള്, ഇയാളെ അറസ്റ്റ് ചെയ്യ് എന്ന് കരീന പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ കോവക്കിന് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ തന്റെ ഇന്റർപോൾ ബാഡ്ജ് കാണിച്ച് കോവക്ക് പോലീസുകാരെ തന്റെ സൈഡിലേക്കാക്കി. പിന്നാലൊരു അവസരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കോവക്ക് തോക്ക് ചൂണ്ടി ബന്ദിയാക്കുകയാണ്. ശേഷം കരീനയോട് കരീനയുടെ മകൾ ബന്ദിയായി കാറിലുണ്ട് എന്ന കാര്യവും അറിയിച്ചു. കരീന അതോടെ വല്ലാതെ പാനിക്കായി. പോലീസുകാരുടെ ആയുധം വാങ്ങി അവരെ തടഞ്ഞു നിർത്തി കരീനയെ കാറിലേക്ക് മാറ്റി കരീനയെ കൂടി ബന്ദിയാക്കി കോവക്ക് അവിടെ നിന്ന് കാറ് കൊണ്ടുപോരുകയാണ്. ഇതിനിടയിൽ കോവക്കിനോട് മകളുടെ കൈവിലങ്ങയക്കണം എന്ന് കരീന ആവശ്യപ്പെട്ടു. കോവക്കും അതിന് സമ്മതിച്ചു. അവരുടെ തുടർന്നുള്ള യാത്രയിൽ സിൽവിയോയിൽ നിന്ന് കോവക്കിന് വീണ്ടും കോൾ വരികയാണ്. കോവക്ക് അവന്റെ ദൗത്യം കംപ്ലീറ്റ് ചെയ്തോ എന്നായിരുന്നു സിൽവിയോയുടെ ചോദ്യം. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം സ്റ്റെക്കായ കോവക്, സിൽവിയോ ഇപ്പോ എവിടെയാണ്? നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് സിൽവിയോയോട് പറഞ്ഞു. അതോടെ തന്റെ ഇടം സിൽവിയോ പറഞ്ഞുകൊടുക്കുന്നു. കരീനയെ കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യിപ്പിച്ച് കോവക്ക് സിൽവിയോയുടെ അടുത്തേക്കെത്തി. അധികം വൈകാതെ കോവക്ക് സിൽവിയോയെ കാണാൻ അകത്തേക്ക് കയറിപ്പോയി. കരീനയാണെങ്കിൽ വിലങ്ങുകൊണ്ട് ബന്ധിപ്പിച്ചിരുന്നതുകൊണ്ട് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും സിൽവിയോയുടെ ഒരാൾ വന്ന് കാറിനുള്ളിൽ നിന്ന് ലൂസിയെ എടുത്തുകൊണ്ടുപോയി. കരീന ഒച്ചയുണ്ടാക്കിയെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. കരീനയുടെ മകൾ ലൂസി സിൽവിയോയുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. അവിടെ വെച്ച് സിൽവിയോയും കോവക്കും സംസാരിക്കുകയാണ്. തനിക്ക് കുറച്ചുകൂടി സമയം തരണം കോവക്ക് ആവശ്യപ്പെട്ടു. സിൽവിയോ പറഞ്ഞു, 1 മണിക്കൂർ തരും. അതിനുള്ളിൽ സാധനം കൊണ്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് വളരെയധികം വലുതായിരിക്കും. പിന്നാലെ കോവക്ക് കാറിലേക്ക് തിരികെ എത്തി. കരീന കോവക്കിനോട്, എന്റെ മകൾ എവിടെയെന്ന് ചോദിച്ചു. കോവക്ക് പറഞ്ഞു, നിന്റെ മകൾ അവിടെ ബന്ദിയാണ്. അയാൾ നമുക്ക് 1 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ അയാൾ പറഞ്ഞ പോലെ 5 കിലോ മയക്കുമരുന്ന് മോഷ്ടിച്ച് അയാൾക്ക് കൊണ്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ സ്വതന്ത്രമായി വിട്ടുതരികയുള്ളൂ. നിന്റെ മകൾ മാത്രമല്ല, എന്റെ മകളും അയാളുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ടാ ഞാൻ ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. കോവക്കിന്റെ വിശദീകരണം കേട്ടതും കരീന വല്ലാതെ പാനിക്കാകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവളാകെ പരിഭ്രാന്തിയിലായി. ലൂസിയുടെയും കോവക്കിന്റെ മകളുടെയും ജീവൻ അപകടത്തിലാണ്. എന്തെങ്കിലും പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. അവരിരുവരും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കരീന പെട്ടെന്നൊരു കാര്യമോർത്ത് തന്റെ ഹാൻഡ് കഫ് റിമൂവ് ചെയ്യാനും ഫോൺ തരാനും കോവക്കിനോട് ആവശ്യപ്പെട്ടു. കോവക്കിൽ നിന്ന് ഫോൺ കിട്ടിയതും കരീന നേരെ ചാൾസിനെ വിളിക്കുകയാണ്. രാത്രിയുടെ തുടക്കത്തിൽ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ പോയ അതേ ഡീലറെ തന്നെ. അവനിൽ നിന്നും കുറെ സാധനം വാങ്ങണം എന്ന് കരീന പറഞ്ഞു. ചാൾസ് അവന്റെ അടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കരീന ചാൾസിന്റെ മുമ്പിലെത്തി. തോക്കുമായി കോവക്കുമുണ്ടായിരുന്നു. ചാൾസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കോവക് തനിക്ക് ലാർജ് ക്വാണ്ടിറ്റി സാധനം വേണം എന്ന് പറഞ്ഞു. പക്ഷേ അത്രയ്ക്കൊന്നും വസ്തു ഞങ്ങളുടെ സ്റ്റോക്കില്ല എന്നായിരുന്നു ചാൾസിന്റെ മറുപടി. പക്ഷെ അത് വിശ്വസിക്കാൻ കോവക് ഒരുക്കമായിരുന്നില്ല. അതോടെ ചാൾസ് കോവക്കിനെയും കരീനയെയും തന്റെ ഹൈഡൌട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹൈഡൌട്ടിനകത്തേക്ക് അവർ കയറി ചെല്ലാൻ തുടങ്ങി. പക്ഷേ ആദ്യമേ തന്നെ ചാൾസ് കൊല്ലപ്പെട്ടു. കൊന്നതാകട്ടെ ചാൾസിന്റെ ഒരു കൂട്ടാളിയും. അവിടെ ഒരു ഷൂട്ടൌട്ട് തന്നെ പിന്നെ അരങ്ങേറുകയാണ്. കോവക്കിനും കരീനയ്ക്കും ഒന്നിച്ചു നിന്ന് ചാൾസിന്റെ സംഘത്തോട്
സംഘത്തിനെതിരെ പൊരുതേണ്ടി വന്നു. ഒരു തരത്തിൽ അവരിൽ പലരെയും വകവരുത്തി നിൽക്കുമ്പോഴാണ് എമിലി എന്നൊരു സ്ത്രീ അവിടുള്ള സാധനമടങ്ങിയ ബാഗുമെടുത്ത് രക്ഷപ്പെട്ടു ഓടുന്നത് കരീന കാണുന്നത്. കരീന അവളുടെ പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവരിരുവരും തോക്ക് ചൂണ്ടി നേർക്കുനേർ നിൽക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. പിന്നാലെ കോവക്കും അങ്ങോട്ടേക്ക് വന്നു ചേർന്നിരുന്നു. എമിലി പാനിക്കാണ് എന്ന് മനസ്സിലാക്കിയ കരീന അവളെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവളോട് ബാഗ് തരാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ ബാഗ് അവർക്ക് കൈമാറി എമിലി ജീവനും കൊണ്ടോടി. പിന്നാലെ കരീനയും കോവക്കും തങ്ങളുടെ കാറിലേക്ക് എത്തി. ബാഗിൽ സാധനമുണ്ടാകും, അത് സിൽവിയയെ ഏൽപ്പിച്ച് മക്കളെ രക്ഷപ്പെടുത്തണം എന്നേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കാറിൽ പോകുന്ന സമയത്ത് കോവക്ക ബാഗ് തുറന്ന് പരിശോധിച്ചു. ഞെട്ടലോടെ അവരാ സത്യം തിരിച്ചറിയുകയാണ്. അവർ പ്രതീക്ഷിച്ച പോലെ ആ ബാഗിനുള്ളിൽ മയക്കുമരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവരിരുവരും തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. ഇനി തിരിച്ചുപോയി മയക്കുമരുന്ന് അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള സമയമൊന്നുമില്ല. സിൽവിയ അനുവദിച്ച 1 മണിക്കൂറിൽ ഭൂരിഭാഗം സമയവും പിന്നിട്ട് കഴിഞ്ഞു. സിൽവിയയെ നേരിട്ടെതിരിടൽ മാത്രമേ അവർക്ക് മുമ്പിൽ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സമയം അപ്പോഴേക്കും 7 കഴിഞ്ഞിരുന്നു. തീരുമാനിച്ചുറപ്പിച്ച് കോവക്ക് സിൽവിയോക്ക് കോൾ ചെയ്തു. സാധനം കയ്യിലുണ്ടെന്നും അതേൽപ്പിക്കാൻ എവിടെ വരണം എന്നുമായിരുന്നു കോവക്ക് ചോദിച്ചത്. തന്റെ വെയർഹൌസിലേക്ക് വരുവാൻ സിൽവിയോ പറഞ്ഞു. കൂടെയുള്ള ആ പെണ്ണിനെ കരീനയെ കൊന്നുതള്ളിയേക്കാനും സിൽവിയോ ഉത്തരവിട്ടിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം കോവക്ക് കാറുമായി സിൽവിയോ പറഞ്ഞ വെയർഹൌസിലേക്ക് എത്തിച്ചേരുകയാണ്. സിൽവിയോ അവിടെ തന്റെ കുറച്ചാളുകളുമായി കുട്ടികളെയും ബന്ദിയാക്കിക്കൊണ്ട് വന്നെത്തിയിരുന്നു. കോവക്ക് കാറിൽ നിന്നിറങ്ങിയതും സിൽവിയോയുടെ ആളുകൾ തോക്കു ചൂണ്ടി വട്ടം നിരന്നു. സാധനവും കരീനയുടെ ബോഡിയും കാറിന്റെ ഡിക്കിയിലുണ്ട് എന്നായിരുന്നു കോവക്ക് പറഞ്ഞത്. സിൽവിയയുടെ ഒരാൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കാറിന്റെ ഡിക്കി തുറക്കുകയാണ്. അതിനുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്ന കരീന തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്തു വന്നു. പിന്നെ പറയണ്ടല്ലോ, കോവക്കും കരീനയും ചേർന്ന് സിൽവിയോക്കും സംഘത്തിനുമെതിരെ ഷൂട്ടൌട്ടിൽ ഏർപ്പെടുകയാണ്. സിൽവിയോയുടെ ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം കുട്ടികളെയും സിൽവിയോയെയും കോവക്കും കരീനയും തിരയാൻ ആരംഭിച്ചു. കുട്ടികളെ ബന്ദിയാക്കി സിൽവിയോ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് സിൽവിയോയും കരീനയും കോവക്കും തമ്മിൽ ഷൂട്ടൌട്ട് അരങ്ങേറുന്ന ഘട്ടം പോലും ഉണ്ടായി. സിൽവിയോ പിന്നാലെ കുട്ടികളെ കാറിലാക്കി രക്ഷപ്പെട്ടു പോവാൻ ശ്രമം ആരംഭിച്ചു. അത് കണ്ട് കോവക് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും കോവക്കിന് വെടിയേൽക്കുകയാണ്. കരീനയെയും വകവരുത്താൻ തനിക്ക് സാധിക്കും എന്ന് ചിന്തിച്ച സിൽവിയോ കരീനയ്ക്ക് നേരെ എയിം ചെയ്യാൻ ശ്രമിച്ചു. കരീനയുടെ തോക്കിലെ ബുള്ളറ്റ് ആണെങ്കിൽ തീർന്നിരുന്നു. എന്നിരുന്നാലും ഒരു തരത്തിൽ സിൽവിയോയെ താഴെ വീഴ്ത്താൻ സാധിച്ച കരീന കാറിനടുത്തേക്ക് ഓടിയെത്തി. കൃത്യം ആ സമയമായിരുന്നു പ്രശ്നങ്ങൾ ട്രാക്ക് ചെയ്ത് പോലീസ് സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. പോലീസും സിൽവിയോയും തമ്മിൽ അവിടെ വെച്ചൊരു ഷൂട്ടൌട്ട് അരങ്ങേറി. ആ ഒരു ഘട്ടത്തിൽ കരീനയെ വെടിവെച്ചു കൊല്ലുവാൻ സിൽവിയോയുടെ മുമ്പിൽ ഒരു അവസരം വരികയാണ്. കരീനയ്ക്ക് നേരെ സിൽവിയോ തോക്കു ചൂണ്ടി. പക്ഷെ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സിൽവിയോയുടെ ജീവനെടുത്തു. സിൽവിയോക്കെതിരെ ഷൂട്ട് ചെയ്തത് പരിക്കേറ്റിരുന്നെങ്കിലും എഴുന്നേറ്റ് വന്നിരുന്ന കോവക്കായിരുന്നു. പ്രശ്നങ്ങൾക്കൊടുവിൽ കോവക്കും കരീനയും കുട്ടികളും സുരക്ഷിതരായി. എല്ലാത്തിനുമൊടുവിൽ കോവക്ക് കരീനയ്ക്ക് പിന്നെ തുറന്നാൽ മതി എന്ന് പറഞ്ഞൊരു ബാഗ് കൊടുത്തിരുന്നു. തന്റെ മകളെയും കൂട്ടി കരീന ആ ബാഗുമേന്തി ഒരു മോട്ടലിലേക്ക് പോയി. അവിടെ വെച്ച് ബാഗ് തുറന്നു. ആ ബാഗ് നിറച്ച് പണമായിരുന്നു. പിന്നീട് ഒരു കൊല്ലത്തിനു ശേഷം കോവക്ക് കൊടുത്ത ആ പണം ഉപയോഗിച്ച് ഇറ്റാലിയൻ തീരത്ത് കരീന ഒരു ലക്ഷൂറിയസ് റെസ്റ്റോറന്റ് തുറന്നു. സന്തോഷത്തോടെ കരീന ജീവിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.